നമ്മുടെ ലാബിന്റെ പ്രോസസ്സിൽ വരുന്ന അടുത്ത ഒരു പ്രോസസ്സാണ് മെഡിക്കൽ ലബോറട്ടറി ടെസ്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് അനാലിസിസ് എന്നുള്ളത്. അതിൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഒന്ന്, അതിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, അതിന്റെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതാണ് നമ്മൾ ഇതിലൊന്ന് ചർച്ച ചെയ്യുന്നത്. രണ്ട്, റോൾ ഓഫ് എ ലബോറട്ടറി സ്റ്റാഫ്, അതായത് റിസൾട്ടിന്റെ അക്യുറസിക്ക് വേണ്ടിയിട്ട് പിന്നെ ലബോറട്ടറി സ്റ്റാഫിന് എന്ത് റോളാണ് ഇതിൽ വഹിക്കാനുള്ളതെന്നും, പിന്നെ പ്രീ അനലിറ്റിക്കലും അനലിറ്റിക്കൽ ആൻഡ് പോസ്റ്റ് അനലിറ്റിക്കൽ ഫേസ് എന്താണെന്നാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീ അനലിറ്റിക്കൽ ഫേസ് സ്പെസിമെൻ കളക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പുള്ളി ഫാസ്റ്റിങ്ങിലാണോ, അല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിച്ചിട്ടുള്ള രീതിയിലാണോ ഉള്ളത്, അല്ലെങ്കിൽ മെഡിക്കേഷൻ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും മരുന്നുകൾ കഴിക്കാൻ പറ്റാത്തതോ അങ്ങനെ ഏതെങ്കിലും പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പേഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ആണെങ്കിൽ ബൈസ്റ്റാൻഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പ്രോപ്പർ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. നമുക്ക് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൃത്യമായി നമുക്ക് ബാർകോഡ് സിസ്റ്റം നമുക്കുണ്ട്. ആ ബാർകോഡ് കൃത്യമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അവരുടെ ബാക്കിയുള്ള ഡോക്യുമെന്റേഷനിലെല്ലാം അവരുടെ പേരും അവരുടെ ഐഡിയും കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചൂസ് ദ കറക്റ്റ് കളക്ഷൻ മെത്തേഡ്. ഏത് മെത്തേഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. ഓരോ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഏരിയകൾ ഉണ്ടല്ലോ അല്ലെ, ഏത് ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടതെന്നും ഇതൊക്കെ ഇതിൽ ചൂസ് ചെയ്യാം. അവോയ്ഡ് കണ്ടാമിനേഷൻ ആൻഡ് എറേഴ്സും കണ്ടാമിനേഷൻസും ഇത് കൃത്യമായിട്ട് അത് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പ്രീ അനലിറ്റിക്കൽ ഫേസ് സ്പെസിമെൻ ഹാൻഡ്ലിംഗിൽ പറയുന്നത് സ്റ്റോറേജ് കണ്ടീഷൻ ആണ്. ഒന്ന്, ടെമ്പറേച്ചർ, ലൈറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ആന്റികോയാഗുലൻസ്. അതായത് എക്സ്പോഷർ ഇല്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുക. പിന്നെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ഏത് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചറിലാണോ വേണ്ടതിന്റെ. പിന്നെ കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആന്റികോയാഗുലൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേർക്കാതെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റിവെക്കുക. ട്രാൻസ്പോർട്ട് പ്രൊസീജിയർ ദ ടൈം കൺസ്ട്രെയിൻസ്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം എടുക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് അതില് പിന്നെ സ്പെസിമെന് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുക. പിന്നെ റിജക്ഷൻ ക്രൈറ്റീരിയ. ഇപ്പൊ നമുക്കൊരു കളക്റ്റഡ് സാമ്പിൾസ് വരികയാണെങ്കിൽ അത് ഇംപ്രോപ്പർ ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് റിജക്ട് ചെയ്യാം എന്നുള്ളതും കൃത്യമായിട്ട്, കണ്ടാമിനേഷൻ കാരണമായിട്ട് റിജക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളതും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അനലിറ്റിക്കൽ ഫേസ് വരികയാണെങ്കിൽ അതായത് ലാബോറട്ടറി ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സിലാണ് വരിക. അതിൽ ഒന്ന്, പിന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾസ്, പ്രൊസീജിയേഴ്സ് നമുക്കുണ്ട്. ഓരോ ടെസ്റ്റിനും കൃത്യമായിട്ട് പ്രോട്ടോകോൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക. പിന്നെ കാലിബ്രേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫോർ ലാബ് എക്യുപ്മെന്റ്സ്. എല്ലാ ലാബ് എക്യുപ്മെന്റ്സും എല്ലാ ദിവസവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ വൃത്തിയും അതിന്റെ തുടച്ച് വൃത്തിയാക്കുക. അതിന്റെ ബാക്കിയുള്ള എല്ലാ ഏരിയകളും വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക. കാലിബ്രേഷൻ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. എല്ലാത്തിനും കാലിബ്രേഷൻ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ ഫയലിലാണ് അല്ലെങ്കിൽ ഏത് ലോങ് ബുക്കിലാണ് അതൊക്കെ ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം എല്ലായ്പ്പോഴും അതിന്റെ ആവശ്യം വരില്ല. എപ്പോഴും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മുതലാണ് ആ പ്രോബ്ലംസ് കാണിക്കാൻ തുടങ്ങിയെന്നൊക്കെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെയൊക്കെ റെക്കോർഡ്സ് കൃത്യമായിട്ട് വേണം. പിന്നെ പെർഫോമിംഗ് ദ ടെസ്റ്റ് അക്യുറേറ്റ്ലി ആൻഡ് അവോയ്ഡിങ് ക്രോസ് കണ്ടാമിനേഷൻ. രണ്ട് ടെസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് സാമ്പിൾസ് തമ്മിൽ ക്രോസ് കണ്ടാമിനേഷന് യാതൊരുവിധ ചാൻസസും ഇല്ലാതിരിക്കുക, ടെസ്റ്റ് ചെയ്യുക. പിന്നെ ക്വാളിറ്റി കൺട്രോൾ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ബയോറോഡും അതുപോലെ റിക്കാസും. ഓക്കെ, ഈ രണ്ട് ക്വാളിറ്റി കൺട്രോൾസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അനലിറ്റിക്കൽ ഫേസിൽ തന്നെ എറർ പ്രിവെൻഷൻ, തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ, ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കാൻ ഉള്ള ഏരിയകളാണ് നമ്മൾ പറയുന്നത്. ഐഡന്റിഫൈങ് ദ കോമൺ എറേഴ്സ്. ഒന്ന്, പിപ്പറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം. പിപ്പറ്റിംഗ് മിസ്റ്റേക്ക് കാരണം നമ്മൾ മാനുവൽ പിപ്പറ്റിംഗ് ആണ് ചെയ്യുന്നത്. മാനുവൽ പിപ്പറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാൻ വഴിയുണ്ട്. പിന്നെ റിയേജന്റ് ഇഷ്യൂ, പ്രോപ്പർ ആയിട്ടുള്ള റിയേജന്റ് അല്ല ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എക്സ്പയർഡ് റിയേജന്റ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ റിയേജന്റിൽ എന്തെങ്കിലും ലിക്വിഫൈ നടത്തുകയോ ടെമ്പറേച്ചർ വ്യത്യാസം വരിക. ഇപ്പൊ ആ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലും പിന്നെ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കറക്റ്റീവ് ആക്ഷൻ ഫോർ ദ അബ്നോർമൽ റിസൾട്ട്. അബ്നോർമൽ റിസൾട്ടിനെ കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് അബ്നോർമൽ റിസൾട്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓരോ ടെസ്റ്റിന്റെയും എന്തുകൊണ്ടാണ് ഈ അബ്നോർമൽ റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചാൻസ് അയാൾക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ അയാളുടെ ഫിസിഷ്യൻസുമായിട്ടോ അല്ലെങ്കിൽ
പിന്നെ ഇന്റേണലി നിങ്ങളുടെ പിന്നെ ലാബ് ഇൻചാർജുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് എല്ലാം ടെസ്റ്റും റിപ്പോർട്ടും ഇതെല്ലാം വന്നു, പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് റിപ്പോർട്ടിംഗ് സമയത്ത് അതിന്റെ ക്ലറിക്കൽ മിസ്റ്റേക്സ് വരാനും സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒന്നുകിൽ അത് ഡബിൾ ചെക്ക് ചെയ്യാം. ഒരു ടെസ്റ്റ് അടിച്ച ആളല്ല അത് റിപ്പോർട്ട് കൊടുക്കേണ്ടത്, റീഡ് ചെയ്യാം. വേറൊരാൾ റീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിൽ വേണം. അതായത് ഡബിൾ ചെക്ക് മെത്തേഡ് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ എറേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പോസ്റ്റ് അനലിറ്റിക്കൽ ഫേസ് റിസൾട്ട് ഇന്റർപ്രിട്ടേഷൻ, അത് വെരിഫൈ ദ ആക്യുറസി ബിഫോർ റിലീസിങ് എ റിസൾട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഒരു റിസൾട്ട് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ഡബിൾ ചെക്ക് ചെയ്യുക, കൃത്യമായിട്ട് ഡബിൾ ചെക്ക് ചെയ്യുക. ആരാണോ ഒരാള് പിന്നെ ഇൻചാർജ് ഉണ്ടെങ്കിൽ ഇൻചാർജിനുമായി ബന്ധപ്പെടുത്തി കാണിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ സീനിയർ സ്റ്റാഫുമായി ബന്ധപ്പെടുത്തി കാണിച്ചു കൊടുത്ത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ട് മാത്രം ടെസ്റ്റ് ഇഷ്യൂ ചെയ്യാൻ. നമ്മുടെ സോഫ്റ്റ്വെയർ അങ്ങനെ തന്നെയാണ് വരുന്നത്. വെരിഫിക്കേഷനുള്ള ഒരു പിന്നെ ഒരു ഏരിയ വരുന്നുണ്ട്. പിന്നെ അബ്നോർമൽ ഓർ ക്രിട്ടിക്കൽ വാല്യൂസ് ആണെങ്കിൽ അത് ഫ്ലാഗ് ചെയ്യുക. ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, അത് ഡബിൾ ചെക്ക് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് സീനിയേഴ്സിന് കൈമാറുക. ദെൻ അണ്ടർസ്റ്റാൻഡിങ് റെഫറൻസ് റേഞ്ച് ആൻഡ് വേരിയേഷൻസ്, അതായത് കൃത്യമായിട്ട് ഓരോ ടെസ്റ്റുകളുടെയും റേഞ്ച് എന്താണെന്ന് നമുക്ക് നോർമൽ വാല്യൂസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കമ്മ്യൂണിക്കേറ്റ് റിസൾട്ട് എഫക്റ്റീവ്ലി വിത്ത് ഫിസിഷ്യൻസ്. ചിലപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത ടെസ്റ്റുകളായിരിക്കും. അപ്പൊ അവരോട് കൃത്യമായിട്ട് ടൈംലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പോസ്റ്റ് അനലിറ്റിക്കൽ ഫേസിൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, സ്റ്റാൻഡർഡൈസ്ഡ് റിപ്പോർട്ട് ഫോർമാറ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ, അത് ഒരു പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യൽ ഡാറ്റയാണ്. ആ ഡാറ്റ സെക്യൂരിറ്റിയും കൃത്യമായിട്ട് നോക്കണം. അത് പബ്ലിക്കിൽ ആൾക്കാർക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ വെക്കുകയോ അല്ലെങ്കിൽ സിസ്റ്റം അങ്ങനെ ഒഴിച്ചിടുകയോ ചെയ്യാൻ പാടില്ല. ഇലക്ട്രോണിക് ആൻഡ് മാനുവൽ റിപ്പോർട്ടിംഗ് പറയുന്നുണ്ട്. ഇലക്ട്രോണിക് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് സാമ്പിൾ കൊടുക്കുകയേ ചെയ്യുള്ളൂ. അതിന്റെ റിപ്പോർട്ട് അടക്കം അത് പ്രിന്റ് ചെയ്ത് വരികയോ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ നമുക്കുണ്ട്. അതല്ലാതെ മാനുവൽ റിപ്പോർട്ടിങ്ങിനുള്ള മെത്തേഡും ഉണ്ട്. മാനുവൽ റിപ്പോർട്ടിംഗ് അതായത് സിസ്റ്റവുമായിട്ട് ഇന്റഗ്രേറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാത്ത റിപ്പോർട്ടുകളാണെങ്കിൽ നമ്മൾ കുറിച്ചിട്ട് അടുത്ത റിപ്പോർട്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതിലൊക്കെ കൃത്യമായിട്ടുള്ള സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഹാൻഡ്ലിംഗ് എറേഴ്സ് ഇൻ റിപ്പോർട്ടിംഗ് ആൻഡ് നെസറി കറക്ഷൻ, അങ്ങനെ റിപ്പോർട്ടിംഗിൽ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ അത് ആവശ്യമായുള്ള കറക്ഷൻസ് സീനിയേഴ്സ് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത്. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് കമ്പയറൻസ്, അഡ്ഹറൻസ് ടു ദ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്. നമ്മൾ NABH സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് പോകുന്നത്. ISO സ്റ്റാൻഡേർഡ് ആയിരുന്നു, അതിപ്പോ നമ്മൾ NABH സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മളുടെ ക്വാളിറ്റി പോകുന്നത്. റൊട്ടീൻ ഓഡിറ്റ് നമുക്ക് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് ഓരോ മെഷീൻ ഓഡിറ്റ് ഉണ്ട്, അതേപോലത്തെ റിപ്പോർട്ടിംഗ് ഓഡിറ്റ് ഉണ്ട്, പ്രൊഫഷൻസി ടെസ്റ്റിംഗിന്റെ ഓഡിറ്റ് നടത്തുന്നുണ്ട്. മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ കൃത്യമാണ്. നമ്മൾ MRD ഡിജിറ്റൽ രൂപത്തിൽ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ കംപ്ലീറ്റ് എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുക. പുതിയ മെഷീൻസ് വരുമ്പോൾ അതിന്റെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യലാണ് നമ്മളുടെ ഒരു പോളിസി ആയിട്ട് വരുന്നത്. ബെസ്റ്റ് പ്രാക്ടീസസ് അതിന്റെ സമ്മറിയാണ്. ഇനി ഫോളോ ദ പ്രോപ്പർ ആൻഡ് പ്രീ അനലിറ്റിക്കൽ ആൻഡ് പോസ്റ്റ് അനലിറ്റിക്കൽ പ്രോട്ടോകോൾസ്. ഈ 3 ഏരിയയിലും, അത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് കളക്ഷൻ ഏരിയ, ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഏരിയയിലും കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുക. SOP കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ്, ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുക. എൻഷുർ ദ അക്യുറേറ്റ് റിസൾട്ട് ടു ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്, കൃത്യമായ റിസൾട്ടുകൾ മാത്രം പിന്നെ റിപ്പോർട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ലേണിംഗ്, പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ സംഗതികൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. ഇംപ്രൂവ് ലബോറട്ടറി പ്രോസസ്, ഓരോ ലബോറട്ടറി പ്രോസസിന്റെ ഇംപ്രൂവ്മെന്റ് അനുസരിച്ച് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസിൽ വരുന്നത്. താങ്ക് യു സോ മച്ച്.